ഈ ആഴത്തിലുള്ള പഠനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നൽകപ്പെട്ടിട്ടുള്ള രേഖകളിൽ നിന്ന് കത്തോലിക്കാ സഭയിലെ സാക്രമെന്റ് ഓഫ് കൺഫർമേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതെ, ഇതൊരു വളരെ രസകരമായ വിഷയമാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ചരിത്രപരമായ വശങ്ങളും ആത്മീയ അർത്ഥവുമെല്ലാം. ശരി, നമുക്കിത് വിശദമായി തന്നെ പരിശോധിക്കാം. നിങ്ങൾക്കറിയാമോ, ഇത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ഒരാളുടെ മാമോദീസായുടെ പൂർത്തീകരണമാണ്. പുരാതന ഗ്രീസിലെ കായിക താരങ്ങളെയും ഗുസ്തിക്കാരെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ മത്സരത്തിന് മുൻപ് ശരീരത്തിൽ പ്രത്യേകതരം എണ്ണ പുരട്ടുന്നതിനെക്കുറിച്ചാണോ പറയുന്നത്? അതെ അതെ, കൃത്യമായിട്ട് അതുതന്നെ. എതിരാളികൾക്ക് പെട്ടെന്ന് പിടികൂടാൻ കഴിയാതിരിക്കാനും പിന്നെ ശരീരത്തിന് നല്ല വഴക്കവും ശക്തിയും കിട്ടാനുമാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം എന്താന്ന് വെച്ചാൽ, ഈ കൂദാശയിലെ ആത്മീയ ലേപനവും ഇതുപോലെ തന്നെയാണോ എന്നാണ്. ശരിക്കും ആ ഉപമ വളരെ കൃത്യമാണ്. നമ്മൾ പരിശോധിക്കുന്ന രേഖകൾ പ്രകാരം ഈ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത തൈലം അഥവാ ക്രിസം ഉപയോഗിക്കുന്നത് വെറുമൊരു ഔപചാരികതയല്ല. ബൈബിൾ കാലഘട്ടം മുതൽക്കേ എണ്ണ എന്നത് സൗഖ്യത്തിന്റെയും ശക്തിയുടെയും വലിയൊരു അടയാളമാണ്. ഓഹോ, അപ്പൊ അതൊരു ആത്മീയമായ ഒരുക്കമാണല്ലേ? അതെ. പിന്നെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, ക്രിസ്ത്യാനി എന്ന വാക്കിനർത്ഥം തന്നെ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അതുകൂടാതെ ഇവിടെ ഒരു ആത്മീയ മുദ്ര എന്ന ആശയം കൂടി കടന്നു വരുന്നുണ്ട്. ആത്മീയ മുദ്രയോ? അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുതരം ടാറ്റു അടിക്കുന്നത് പോലെയാണോ ഈ മുദ്ര? ഏകദേശം അതുപോലെ തന്നെയെന്ന് പറയാം. പക്ഷേ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. മനസ്സിലായി. പണ്ടുകാലത്ത് പട്ടാളക്കാരെ തങ്ങളുടെ നായകന്റെ മുദ്ര പതിപ്പിച്ച് വേർതിരിച്ചിരുന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഈ മുദ്ര ക്രിസ്തുവിനോടുള്ള പൂർണ്ണമായ സമർപ്പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇതൊരിക്കലും മായ്ക്കാൻ കഴിയാത്തൊരു ബന്ധത്തെയാണ് കാണിക്കുന്നതല്ലേ? തീർച്ചയായും. നിങ്ങൾ പൂർണ്ണമായും ക്രിസ്തുവിൻ്റെതായി മാറുന്നു എന്നതിന്റെ ഒരു പരസ്യമായ പ്രഖ്യാപനമാണത്. വളരെ മനോഹരമായ ഒരു ആശയമാണത്. പക്ഷേ എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. സ്ഥിരീകരണ കൂദാശ മാമോദീസായുടെ പൂർത്തീകരണമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നത് പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷം മാത്രം നൽകുന്നത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നൽകുന്നതല്ലേ കൂടുതൽ യുക്തിസഹം? വളരെ യുക്തിസഹജമായൊരു ചോദ്യമാണത്. എന്താ പറയാ, ആദ്യ നൂറ്റാണ്ടുകൾ ഇത് രണ്ടും ഒന്നിച്ചായിരുന്നു നൽകിയിരുന്നത്. ആണോ? പിന്നെന്താണ് സംഭവിച്ചത്? എന്നാൽ പാശ്ചാത്യ സഭകളിൽ, അതായത് റോമൻ കത്തോലിക്ക രീതികളിൽ, കാലക്രമേണ വിശ്വാസികളുടെ എണ്ണം കൂടി ഇടവകകൾ വലിയ തോതിൽ വർദ്ധിച്ചു. അപ്പോ സ്വാഭാവികമായും എല്ലാ മാമോദിസാകൾക്കും ബിഷപ്പിന് നേരിട്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതെ, അവിടെയാണ് മാറ്റം സംഭവിക്കുന്നത്. സഭയുടെ പാരമ്പര്യമനുസരിച്ച് അപ്പോസ്തോലിക ബന്ധം നിലനിർത്താൻ ബിഷപ്പ് തന്നെ ഈ കൂദാശ നൽകണമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് അവർ ഇതിനെ മാമോദിസയിൽ നിന്ന് വേർപെടുത്തി. അപ്പൊ മാമോദിസ പുരോഹിതന്മാർക്കും കൺഫർമേഷൻ പിന്നീട് ബിഷപ്പിനും ചെയ്യാമെന്ന് തീരുമാനിച്ചു. കൃത്യമായി പറഞ്ഞു. അങ്ങനെയാണ് പാശ്ചാത്യ സഭകളിൽ ഇത് രണ്ടും രണ്ടായി മാറിയത്. അങ്ങനെയാണെങ്കിൽ പൗരസ്ത്യ സഭകളിലോ? നമ്മൾ കേരളത്തിലൊക്കെ കാണുന്ന ചില സഭകളിൽ ഇത് ജനിക്കുമ്പോൾ തന്നെ ഒന്നിച്ചു നൽകുന്നുണ്ടല്ലോ. അതെ, പൗരസ്ത്യ സഭകൾ ഈ മാറ്റം അംഗീകരിച്ചില്ല. അവർ ഇവ ഇന്നും ഒന്നിച്ചു തന്നെയാണ് നൽകുന്നത്. അവിടെ ബിഷപ്പ് നേരത്തെ തന്നെ വാഴ്ത്തിയ തൈലം ഉപയോഗിച്ച് പുരോഹിതൻ തന്നെയാണ് ഈ കർമ്മം ചെയ്യുന്നത്. അങ്ങനെ അവർ ആ അപ്പസ്തോലിക ബന്ധം നിലനിർത്തുന്നു. അപ്പൊ പാശ്ചാത്യ രീതി വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് നൽകുന്നത്. ഇതൊരു തരം ആത്മീയമായ പ്രായപൂർത്തിയാകൽ ചടങ്ങാണോ? അതായത് ഒരു കമ്മിങ് ഓഫ് ഏജ് സംഭവം പോലെ? പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ നമ്മൾ ഈ വിഷയത്തെ വലിയൊരു ചിത്രത്തിലേക്ക് ബന്ധിപ്പിച്ചാൽ ഇതിനൊരു കൃത്യമായ ഉത്തരമുണ്ട്. വിശുദ്ധ തോമസ് അക്വിനാസിനെ ഈ രേഖകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത്? ശരീരത്തിന്റെ പ്രായമല്ല ആത്മാവിന്റെ പ്രായം നിശ്ചയിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോ ഒരു ചെറിയ കുട്ടിക്ക് പോലും ആത്മീയമായി വലിയ പക്വത ഉണ്ടാകാമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതെ, പ്രായമല്ല, മറിച്ച് ആത്മീയമായ സന്നദ്ധതയാണ് ഇവിടെ പ്രധാനം. മാമോദിസ പോലെ ഇതും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്ന ഒന്നാണ്. കാരണം ഈ മുദ്ര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മായ്ക്കാനാവാത്തതാണ്. ശരി, അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാല്, സ്ഥിരീകരണ കൂദാശ എന്നത് കേവലം ഒരു ആചാരമല്ല, മറിച്ച് ജീവിതത്തിലെ ആത്മീയ പോരാട്ടങ്ങളെ നേരിടാനും വിശ്വാസത്തെ പ്രതിരോധിക്കാനും കരുത്ത് നൽകുന്ന ഒരു മായ്ക്കാനാവാത്ത മുദ്രയാണ്. അതെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഗ്രീക്ക് കായിക താരങ്ങളെ പോലെ നമ്മെ ആത്മീയമായി സജ്ജരാക്കുന്ന ശക്തമായൊരു ലേപനം തന്നെയാണിത്. തീർച്ചയായും. അപ്പോ
ഈ രസകരമായ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നൽകപ്പെട്ട രേഖകൾ പറയുന്നതുപോലെ ആത്മീയ പക്വതയ്ക്ക് ശാരീരികമായ പ്രായം ആവശ്യമില്ലെങ്കിൽ, പ്രായം കൂടുമ്പോൾ മാത്രമേ വിവേകവും പക്വതയും ലഭിക്കൂ എന്ന നമ്മുടെ ഇന്നത്തെ പൊതുവായ സാമൂഹിക ധാരണകളെ ഈ ആശയം എങ്ങനെയാണ് തിരുത്തിക്കുറിക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.